ശ്രീ ഒ അബ്ദുള്ള, നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഹുക്കുമത്തെ ഇലാഹി എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരട്ടെ, അള്ളാഹുവിൻ്റെ ഭരണം വരട്ടെ എന്നൊരു ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ സംഘടന പാകിസ്ഥാനിൽ പിടിമുറുക്കിയ കാലത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇപ്പോഴിതാ ഒരു ഭാരതത്തോടൊക്കെ ചേർന്ന് നിന്നിരുന്ന, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന ഒരു രാജ്യം, അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്ന ഘട്ടത്തിൽ തുടർച്ചയായ സംഘർഷങ്ങൾ, കലാപങ്ങൾ, ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളെയൊക്കെ വിലയിരുത്തുന്നത്? ശ്രീ ഒ അബ്ദുള്ള. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണം എന്നർത്ഥം. അത് ലോകം മുഴുവനും എന്നത് താങ്കളുടെ കൂട്ടിച്ചേർക്കലാണ്. ഏതൊരു രാജ്യത്ത് ഒരു രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടന നമുക്കിവിടെ വേണ്ടത് ദൈവിക ഭരണമാണ് എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവനും എന്ന് ഇവിടെ അർത്ഥം കിട്ടുക. അവർക്ക് ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത്. അങ്ങനെ ഒരു വിഭാഗം അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത്. അല്ലെങ്കിൽ സൗദി അറേബ്യയിലാണെങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത് എന്നതിനർത്ഥമുള്ളൂ. അമേരിക്കയിലും തായ്ലൻഡിലെല്ലാം ഇസ്ലാമിക ഭരണം വേണമെന്ന് അതിനർത്ഥമല്ല. അതുകൊണ്ട് താങ്കളുടെ ആ പരാമർശം തെറ്റാണ്. രണ്ടാമതായിട്ട് ഇസ്ലാമിക ഭരണമായി എന്നുകൊണ്ട് എന്താ തെറ്റ്? ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിലല്ലേ വരും കൊണ്ടുപോയത്. ഞാൻ അതിനെതിരാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ഇവിടെ എല്ലാവിധ മതങ്ങൾക്കും മതസ്ഥർക്കും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അതിൽ നിന്ന് വേർപെട്ട് പോയി അവരൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ അതൊരു ഇസ്ലാമിക രാഷ്ട്രം തന്നെ ആയിരിക്കണം. പണ്ട് കാലത്ത് ഗാന്ധിജി അന്ന് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടത് അബൂബക്കറിൻ്റെയും ഖലീഫ ഉമറിൻ്റെയും ഭരണരീതിയാണ് ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും സമ്പത്തിൻ്റെ കുന്നുകൂടലിനും അതുപോലെ തന്നെ അനാവശ്യമായ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കലും ബഹളം സൃഷ്ടിക്കലും അതുപോലത്തെ സമ്പത്തിൻ്റെ എല്ലാ ദുർവിനിയോഗം, അതുപോലത്തെ ധൂർത്തും ഭരണാധികാരികളുടെ ചൂഷണവും അവരുടെ അഴിമതിയും അതുപോലത്തെ എല്ലാത്തിൽ നിന്നും മുക്തമായിക്കൊണ്ട് സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സർക്കാർ നിലവിൽ വരിക എന്നതാണ് ഇസ്ലാമിക ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിലവിൽ വന്നു എന്നതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയത്? അതുകൊണ്ട് ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒക്കെ ഒരു ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി അവർ വല്ലാതെ ആവേശം കാണിക്കുകയോ അതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് തെറ്റല്ല. ഇന്ത്യയെ പോലുള്ള മുസ്ലിങ്ങൾ വെറും ന്യൂനപക്ഷം. അബ്ദുള്ള, ഈ ഇസ്ലാമിക രാജ്യസങ്കല്പത്തിന്റെ പ്രശ്നം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങ് പറയുന്ന രീതിയിലുള്ള ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം പറയുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷേ സാഹചര്യങ്ങൾ നേരെ തിരിച്ചാണ്. അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും സാഹചര്യം എന്താണ്? ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സാഹചര്യമാണോ ബംഗ്ലാദേശിലുള്ള ഒരു ഹിന്ദുവിൻ്റെ പശ്ചാത്തലം? മറുപടി, അവിടങ്ങളിൽ നിന്ന് ഈ മുസ്ലിം രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പാടില്ല എന്ന് താങ്കൾ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗുജറാത്ത് കലാപം 2000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. വയറ്റിലുള്ള ശിശുവിനെ ശൂലത്തിൽ കുത്തി തീയിലേക്കിട്ട് അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. ഗുജറാത്ത് കലാപത്തിലേക്ക് പോകാതെ ബംഗ്ലാദേശിൽ നടക്കുന്ന സാഹചര്യങ്ങൾ കൊല്ലപ്പെട്ടത്. ഞാൻ പത്രപ്രവർത്തകരാണ്. താങ്കൾ മനസ്സിലാക്കണം, ഞാൻ അവിടെയൊക്കെ സന്ദർശിക്കുകയും ലേഖനം എഴുതുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ പത്രപ്രവർത്തകനായിരുന്നു, താങ്കളായില്ല. അതുകൊണ്ട് അതൊന്നും അല്ലാന്ന് താങ്കൾ പറയാൻ സംഭവിക്കില്ല. ധാരാളം റെക്കോർഡുകൾ എടുത്ത് കാണിച്ചു തരും. ആ വിഷയത്തിൽ ഒരു റെക്കോർഡില്ല. അങ്ങനെ ഒരു സംഭവം ഗുജറാത്തിൽ നടന്നിട്ടില്ല. പോട്ടെ, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഗുജറാത്ത് കലാപത്തിനിടയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞുകൊണ്ട് ഇല്ലാതാവില്ല. ഗുജറാത്തിൽ വമ്പിച്ച തോതിൽ 2000-ഓളം ആളുകളെ കൊന്നിട്ടുണ്ട്. 59 രാമഭക്തരെ കൊന്നതിന് ശേഷമാണ്. ആയിരക്കണക്കിന് 59 രാമഭക്തരെ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് പറയുമ്പോൾ താങ്കൾ സംസാരിക്കരുത്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് താങ്കൾ തുടരും. ഞാൻ സംസാരിച്ചിന്റെ വാചകം താങ്കൾ മുറിക്കരുത്. അങ്ങനെ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പം 2000-ഓളം വീടുകളുള്ള ഹൗസിംഗ് കോളനി, അതിൽ മുൻകൂട്ടി ചെന്ന് മുസ്ലിം വീടുകൾ ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ കലാപം തുടങ്ങി. അത്ര 2 കൊല്ലം കഴിഞ്ഞിട്ട് കലാപം. ആ വീടുകൾ തെരഞ്ഞു പിടിച്ച് കത്തിച്ചു. ഞാൻ ഗുജറാത്ത് സന്ദർശിച്ചിട്ടുണ്ട് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ എന്തെല്ലാമാണ് അട്രോസിറ്റീസാണ് അന്ന് നടന്നത്. ജീവനോടൊക്കെ കൂടി വയറ്റിലുള്ള കുട്ടിയുടെ അടുത്ത് തീയിലേക്ക് ഇട്ടില്ലേ?
ആ പെണ്ണിൻ്റെ പേരൊക്കെ ഞാൻ പല ചാനലിലും പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ വളരെ സുരക്ഷിതമാണ് എന്ന് താങ്കൾ ഒഴുക്കം മട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. രണ്ട്, ഇതിനേക്കാൾ വലിയതായ കലാപങ്ങളൊന്നും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടില്ല. ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താങ്കൾ നേരത്തെ പരാമർശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ കാവലുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകര സംഘടനകൾ എന്നങ്ങ് പറഞ്ഞു പോരുത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയുടെ കണക്കുകൾ അതായത് അനുഷ്ഠാന കാര്യങ്ങൾ ഹിന്ദു ജനസംഖ്യയുടെ ഡിസ്ലൈൻ കണക്കുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ എവിടെ പോയി? 1951 അവിടെ ഉണ്ടായിരുന്ന 22% ഹിന്ദുക്കൾ ഇന്ന് 8% ചുരുങ്ങിയത് എങ്ങനെയാണ്? താങ്കൾ പറയുന്ന ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കൂടുകയാണ്. 51-ൽ 9% ഉണ്ടായിരുന്നു, ഇന്ന് 14%. പക്ഷേ 51-ൽ ബംഗ്ലാദേശിൽ 23% ഹിന്ദു ജനസംഖ്യ ഇന്നിപ്പോൾ 8%. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർ പലരും തൊഴിലന്വേഷിച്ചും മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ എത്രയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടുത്തെ തൊഴിൽ സാധ്യത, ഇവിടുത്തെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ, ഇന്ത്യ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അല്ലെങ്കിൽ പലരും ഗൾഫ് നാടുകളിലൊക്കെ വരുന്നു. അമേരിക്കയിൽ ഏറ്റവും അധികം കുടിയേറി പാർക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകും. അതുകൊണ്ട് മാത്രം അവിടെ പീഡനങ്ങളാണ് എന്ന് പറയുന്നതിന് അർത്ഥമല്ല. പീഡനങ്ങൾ പറ്റി യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കണക്കില്ല. അതുണ്ടെങ്കിൽ അത് യുവനും പുറത്തുവിടട്ടെ, അങ്ങനത്തെ കണക്കുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴുക്കം മട്ടിൽ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഇവിടെ ഉണ്ട്. ഡോക്ടർ യംഗങ്ങാധരൻ മുമ്പ് ഒരിക്കൽ എഴുതിയത് ഞാൻ ഓർക്കുക. അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ വീട്ടിലും എൻ്റെ പരിസരത്തൊക്കെ ജമാഅത്തുകാരുണ്ട്, ഞാൻ ജമാഅത്തുകാരിൽ ഇടപെടലുണ്ട്, അവരാരും ഒരു ഭീകരത കാണിക്കുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ജമാഅത്തുകാരൻ്റെ പേരിലുണ്ടോ? ഒരു അടിപിടി കേസ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ മുക്കം SI എന്നോട് പറഞ്ഞതാണ്. ഞാൻ മുക്കം മുനിസിപ്പാലിറ്റിയിലാണ്. ആണ് SI എന്നോട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ളതായ ചേന്നമംഗലൂർ ആ പ്രദേശത്ത് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നേയില്ല. കാരണം അവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഒരാളെപ്പോലും ഇവിടെ നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തതില്ല, കേസ് ഉണ്ടാക്കില്ല, ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ വെറുതെ പറയുമ്പോൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് അങ്ങ് പറഞ്ഞു പോവുക. മൂന്നാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിൽ തന്നെ RS കിട്ടിയ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അന്ന് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബംഗാൾ ആ പ്രക്ഷോഭത്തെ പിന്താങ്ങുകയും അങ്ങനെ കൃത്രിമമായി ബംഗാളിന് ഒരു സ്വന്തം രാജ്യമാവാനുള്ളതായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനെ പിന്താങ്ങി കൃത്രിമമായി ഉണ്ടാക്കിയതായ ഒരു ടെസ്റ്റ് ട്യൂബ് ശിഷ്യ ഗർഭാശയത്തിൽ വളർന്നതല്ല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം. അതിൻ്റെതായ ഒരുപാട് കുഴപ്പം, തിരിച്ചടി. അതുകൊണ്ട് ഇന്ത്യക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ചില്ല. അന്ന് ഞാൻ പിന്നെ OV വിജയൻ്റെ കാർട്ടൂൺ അപ്പോൾ ആലോചിക്കുന്നത്. അന്ന് പിന്നെ ബംഗ്ലാദേശിൽ കുഴപ്പം എന്ന് ബംഗാളിൽ കുഴപ്പം എന്ന് പറഞ്ഞാൽ OV വിജയനെ കാർട്ടൂൺ വെച്ചു. തെരഞ്ഞെടുപ്പ് ബാക്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, ഇനി ആ ബംഗാളിൽ ഇടപെട്ട് അതിനെ വലുതാക്കിയെടുത്ത് അതിനൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി അങ്ങനെ ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ ഈ നമ്മൾ അങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നു എന്നതും വേണം പരിഗണിക്കുക. ഇസ്ലാം ഒരിക്കലും തന്നെ കുഴപ്പം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, കലഹം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അനാവശ്യമായ യുദ്ധം ഇസ്ലാം അനുവദിക്കുന്നതല്ല. ഞാൻ അങ്ങയിലേക്ക് അബ്ദുള്ള തിരിച്ചെത്താം.